Let me answer the question. Please don't interrupt me. Please don't interrupt me. You ask me a question. Please. This is my press conference. You ask, why should a country trust India? Why should a country trust India? Why should a country trust India? Let me answer that question, please. പ്രേക്ഷകര് ഇപ്പോ ഒരു ചെറിയ വീഡിയോ കണ്ടു കാണും. ഞാൻ അതിന്റെ പൂർണ്ണ രൂപം ഈ വീഡിയോയ്ക്കകത്തൊന്ന് ആഡ് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. ഇദ്ദേഹത്തെ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇദ്ദേഹമാണ് സിബി ജോർജ്. സിബി ജോർജ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ആണ്. അതിലുപരിയായിട്ടൊരു മലയാളിയാണ്. 1993 ബാച്ച് ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. 2025 മുതൽ ഇദ്ദേഹം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ സെക്രട്ടറിയാണ് വെസ്റ്റ് റീജിയന്റെ. അതായത് വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി വെസ്റ്റ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കാസ്, ആഫ്രിക്കൻ ഭൂഖണ്ഡം, മധ്യേഷ്യ ഇത്രയും ഭാഗത്തെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് ഇദ്ദേഹം. സോ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം നോർവേയില് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ച സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് ഇപ്പൊ തരംഗമായി മാറുന്നത്. Let me give a background of what India is and why should the world trust India. Let us look at the few challenges that the world faced in the last few years. COVID was a big challenge the world faced. And how do you test the trust on a country? One, what is a country? അതായത് മാധ്യമപ്രവർത്തക ചോദിച്ചത്, ഇന്ത്യയെ എന്തിന് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യണം? നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രോമിസ് ചെയ്യാതെ നിങ്ങളെ ഞങ്ങൾ എന്തിന് ട്രസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചതേ ആ മാധ്യമപ്രവർത്തകയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് മൂപ്പര് കയറി അങ്ങോട്ട് ഒരു പൂണ്ട് വിളയാടലായിരുന്നു അതിന്റെ മറുപടി എന്ന് പറയുന്നത്. കുറച്ച് ഭാഗം കൂടി നമുക്കിവിടെ കേൾക്കാം. A country today has 4 elements. 1, population. 2, government. 3rd, sovereignty. And 4th, territory. So that is what makes a country a country. And we are proud that we are a civilizational country of 5,000 years old. Continuous civilization. Contributed immensely to the world. You look around, you see an India connect everywhere in the world. India has, the numbers which you see on your phones, it is originated in India. Shunya, 0, originated in India. Chess, originated in India. So we are proud of that civilization. Yoga, which the world admires today, it originated in India. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്നും എന്തുകൊണ്ട് ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യണമെന്നും ആ മാധ്യമ പ്രവർത്തകയെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന സകലർക്കും ഒരു ക്ലാസ് തന്നെ അദ്ദേഹം അങ്ങ് എടുത്തു കൊടുത്തു. കാരണം 5000 വർഷമായിട്ട് തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു സിവിലൈസേഷനാണ് ഇന്ത്യയുടേത് എന്നും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുന്ന 1, 2, 3 മുതൽ 0 ഉൾപ്പെടെ സകലതും കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്നും ഇന്നത്തെ ലോകത്തിന് എണ്ണമില്ലാത്തത്ര സംഭാവനകൾ ഇന്ത്യൻ സമൂഹം ചെയ്തിട്ടുണ്ടെന്നും യോഗയടക്കമുള്ളത് ഇന്ത്യയിൽ നിന്നുണ്ടായതാണെന്നും അടക്കം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സിവിലൈസേഷൻ എന്താണെന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. So let me come back to the COVID which I mentioned. The whole world had suffered from COVID. What did we do? We didn't hide in the cave. We didn't say that we don't help the world. We came out offering helping hand to the world. That brings trust. And I'm very happy that that trust is appreciated by the world. We supplied vaccines to more than 100 countries. That brings trust. That brings confidence for the world. Second, we supplied medicines to 150 countries. That brings trust. And that is what the world is trusting us. ലോകം വലിയൊരു പ്രതിസന്ധി നേരിട്ട സമയത്ത് പല രാജ്യങ്ങളും മാളത്തിൽ ഒളിച്ചു. കോവിഡിന്റെ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പല രാജ്യങ്ങളും സഹായിക്കാൻ തയ്യാറാകാതെ നിന്നു. പക്ഷെ ഇന്ത്യ സ്വന്തം കാര്യം മാത്രമല്ല നോക്കിയത്. 100-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനും 150-ലധികം രാജ്യങ്ങൾക്ക് മരുന്നുകളും എത്തിച്ചു കൊടുത്ത് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്തി. ലോക രാജ്യങ്ങൾ അതിന് ഇന്ത്യ അപ്രിഷിയേറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല G20-യിലെ കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. Let me give you an example. We organized the G20 summit, in 2023. It was a divided world.
World was divided immediately after the Ukraine-Russia conflict. In a divided world, what did India do? India was able to bring the world together. Before the 2023 G20 meeting, there couldn't be a joint declaration. After the G20, which India held in 2024, there couldn't be a joint declaration. But when India organized the G20 in 2023, what happened? The whole world, despite the differences, came together and we were able to adopt a common global declaration, the Delhi Declaration. This shows the trust of the world towards India. G20യിലേക്ക് ആഫ്രിക്കൻ യൂണിയനെ കൊണ്ടുവന്നത് മാത്രമല്ല, ഇന്ത്യയിലെ G20 നടക്കുന്ന സമയത്ത് ലോകം വിഘടിച്ച് നിൽക്കുകയാണ്. അതിന് മുമ്പും 2023 ശേഷവും നടന്ന G20കളിൽ ഒന്നും എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യ G20 നടത്തിയ 2023 ഒരുപാട് അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു സംയുക്ത പ്രസ്താവന നടത്താൻ ധാരണയിലെത്തി. അത് ഇന്ത്യയുടെ വിശ്വാസത്തിന്റെ തെളിവായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ് എന്ന് പറയുന്നത് പഴയ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി സിനിമയിലൊക്കെ നീണ്ട മറ്റേ രഞ്ജി പണിക്കർ ഡയലോഗ് ഉണ്ടല്ലോ, അമ്മാതിരി ഡയലോഗാണ്. ഒരു രക്ഷയുമില്ലാത്ത ഡയലോഗായിരുന്നു. എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയെന്നും അത് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നതെന്നും അടക്കം അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകയെ അങ്ങ് നിർത്തി പൊരിച്ചു. You ask me a question. You ask me a question. You ask me a question. Let me answer. You ask me a question. Let me answer. Okay? Let me. I will come to that. I will come to you. Please. Please. Please have patience. Please. Please have questions. No, when to answer, where to answer, how to answer, these are my prerogatives. You ask a question, don't ask me to answer in a particular way. Let me answer, I will answer. Your first question was on trust on India. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടത്തെക്കുറിച്ചും UN അടക്കം മഹാത്മാഗാന്ധി നടത്തിയ അഹിംസാ പോരാട്ടത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും വരെ അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞു. അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് എന്ന് പറയുന്നത് October 2 ആണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് October 2. എന്തുകൊണ്ടാണ് UN പോലും അത് ആഘോഷിക്കുന്നത് എന്നതടക്കം അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് നിർത്തി പൊരിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങളിലൂടെ വയ്ക്കാം. മലയാളിയായിട്ടുള്ള പാലാക്കാരനായിട്ടുള്ള നമ്മുടെ സിബി ജോർജ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ ഒരു മറുപടി അവിടെ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. Now she has left on the issue which she asked about human rights. Let me mention this. India is a country which is based on a constitution. India is the largest democracy in the world. Last time when we had the democracy, we had the elections in India, the participation was almost 1 billion people. That is the festival of democracy happened in India. And India is a country, very few countries in the world has that, where there is a peaceful transfer of power happens, and it happens in India. So India has a constitution, which I'm sure that some of you are aware of. It was established immediately after our freedom struggle. Again, a freedom struggle led by Mahatma Gandhi. Peaceful way, peaceful, non-violent. That is why the United Nations celebrate his birthday, October 2nd, and International Non-Violence Day. So, we have a constitution. Let me just give you a summary of what the Indian constitution guarantees today. The preamble of the constitution, as you know, we the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and give to its people what? Justice, social, economic, and political, liberty of thought, expression, belief, faith, and worship, equality of status, equality of opportunity, integrity, dignity of the individual. This is what my constitution guarantees, and this is guaranteed through fundamental principles, fundamental rights, fundamental duties, a constitution which is respected by the people of India. Every day when a civil service examination happens, when an examination happens based on merit, when an election happens anywhere in the country, we are celebrating the constitution.
This is the beauty of India, and we are so proud of that. So every human being in India has a fundamental right, a right to go to the court if his right is infringed upon. This is the beauty of India, which we are very proud of. We hear a lot of people asking questions about why this, why that. But let me tell you this. We are 1/6 of the total population of the world, but not 1/6 of the problems of the world. We have a constitution which guarantees the rights of the people, fundamental rights of the people. We have equal rights for the women of our country, which is very important. In 1947, we gave the freedom to vote for our women. We won the freedom together, and day one itself. Many countries I know, the voting right for women came after several decades after India gave that freedom. This because we believe in equality. We believe in human rights. India is a democratic society. It is not in 1947 we became democracy. We were a democratic society for centuries, for millennia, and we are proud of that. If you look at it in the history of India, which continues even today, you will see that whenever there was persecution anywhere in the world, they came to India, and Indian society accepted everyone. That is why we have this diversity in India. We embrace the world. We did not eliminate. We did not go for ethnic cleansing, which many countries today have only one religion. Today only have one ethnicity. Why? Their forefathers eliminated the rest of them. That is not how we did it. Okay? We have diversity because we have tolerance. We have diversity because we embrace diversity. Whenever the world has faced problems, we welcome them. Same thing we did for COVID. So I think I explained it enough, no? The last question of this gentleman here.